ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കേണ്ട, ഒരു സംസ്ഥാനത്തെ ഭരിക്കേണ്ട, ഒരു സംസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കേണ്ട തലവന് തന്നെ മുഴുഭ്രാന്തായാൽ എന്ത് ചെയ്യും ആ നാടിന്? അതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിണങ്ങാണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പാലിക്കേണ്ടതായ ഭരണഘടനാ ദൗത്യങ്ങളുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാ ജനങ്ങളോടും തുല്യ നീതിയാണ് അദ്ദേഹം കാണിക്കുക എന്നാണ്. എന്നാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെയാണോ? അദ്ദേഹം തന്നെ ജീവൻ രക്ഷാ ദൗത്യം എന്നുള്ള പേരിൽ അടിച്ചോളാൻ വേണ്ടി ഡിവൈഫൈ ഗുണ്ടകളോടും കൂടെയുള്ള ക്രിമിനലുകളോടും ഏൽപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് തുടങ്ങിയതാണ് പിണങ്ങാണ്ടിയുടെ ഈ ദൗത്യം. അവിടെ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമറ്റ് കൊണ്ടും അടിച്ച് തലയെല്ലാം പൊട്ടിച്ച് നാക്കുന്ന രംഗം പുറത്തു വന്നപ്പോൾ അതിനെ പിണങ്ങാണ്ടി പറഞ്ഞത് എന്താണ്? ഇത് ജീവൻ രക്ഷാ ദൗത്യമാണ്. ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്നവരോട് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവരെ ജീവൻ രക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഇനി ജീവൻ രക്ഷാ ദൗത്യം തുടരും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ, പോലീസ് നിയന്ത്രിക്കേണ്ട ആൾ തന്നെ ഗുണ്ടകളോട് നിങ്ങൾ ഇതേപോലെ ഗുണ്ടാ പ്രവർത്തനം നടത്തിക്കോ, എതിരാളികളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചോ, വാരിയല്ലുകൾ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് തകർത്തോ, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും, ഗവൺമെൻറ്റുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം പാസ് ചെയ്തത്. അന്ന് തുടങ്ങിയതാണ് കേരളത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആൾക്കാരെ മുഴുവൻ അതിനീചമായ രൂപത്തിൽ, ക്രൂരമായ രൂപത്തിൽ ആക്രമിക്കുക, അവരെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക, അവരെ ഓവുചാലുകളിലേക്കും കനാലിലേക്കും തള്ളിയിടുക. അതേപോലെ പിണങ്ങാണ്ടിയുടെ കൂടെയുള്ള ഗൺമാൻമാർ ഇറങ്ങി വന്ന് നീണ്ട പട്ടിക കൊണ്ട് അടിക്കുക. കൂടാതെ ഇപ്പോൾ ഇരുമ്പ് വടി കൊണ്ടും അതേപോലുള്ള വീട് ആക്രമിക്കുക തുടങ്ങിയുള്ള പരിപാടികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണങ്ങാണ്ടി കൊടുത്ത ധൈര്യം വെച്ച് ഇന്നലെ ചാലക്കുടിയിൽ പോലീസുകാരെ ആക്രമിക്കാൻ തുടങ്ങി, പോലീസ് വണ്ടി കത്തിക്കാൻ തുടങ്ങി. പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് അഭ്യാസം കാണിക്കുകയാണ് അവിടുത്തെ CPM-ൻ്റെ നേതാവ്, ഡിവൈഫൈയുടെ നേതാവ്. അവിടെ ITIയിൽ വിജയിച്ച വിദ്യാർത്ഥികളോട്, SFI വിദ്യാർത്ഥികളോടൊപ്പം ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ഡിവൈഫൈ നേതാവ് പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്, അതിന് ചില്ലടിച്ച് തകർക്കുകയാണ്. സ്വന്തം ഭരണകക്ഷിയുടെ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യം നേരെ പോലീസുകാരെ മേലിൽ ചാർത്തുകയാണ്. അതായത് കേരളത്തിൽ ക്രമസമാധാന നില തകരണം എന്നുള്ളത് ഏറ്റവും ആഗ്രഹിക്കുന്നത് ആരാണ്? വളരെ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനാണ്. അദ്ദേഹം മുഴുഭ്രാന്തനായി അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മുഴുഭ്രാന്തല്ല, അദ്ദേഹം നീട്ടിയെറിഞ്ഞുള്ളൊരു എറിയുകയാണ്. കേരളത്തിൽ ക്രമസമാധാന നില തകരണം, ഗുണ്ടാ പ്രവർത്തനം വർദ്ധിക്കണം, അദ്ദേഹം പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ സകലതും നശിപ്പിക്കണം. അതിനെ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെ ഉപയോഗിക്കുകയാണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന 2 വിങ്ങുണ്ട്. ഒന്ന് പിണറായി വിജയൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ഗുണ്ടാ മാഫിയ വിങ്, അത് കേരളത്തിലെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്. അവർക്ക് പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നു, ഭരണകേന്ദ്രങ്ങൾ കംപ്ലീറ്റ് റവന്യൂ വകുപ്പോ റവന്യൂ ഓഫീസോ അതുപോലെ ഗവൺമെൻറ് ഓഫീസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുന്നു. അവിടുത്തെ മണ്ണ് മാന്തലും മണ്ണ് നിറയ്ക്കലും പാറ പൊട്ടിക്കലും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇവർ നിയന്ത്രിക്കുന്നു. പോലീസ് സംരക്ഷണം എല്ലാത്തിനും ഉറപ്പുവരുത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി, ഭീഷണിപ്പെടുത്തി, ബ്ലാക്ക് മെയിലിംഗ് നടത്തി, ഗുണ്ടാ പ്രവർത്തനം നടത്തി പണമുണ്ടാക്കലാണ് പ്രധാന പണി. പല കേസുകളും സെറ്റിൽ ചെയ്ത് പിണങ്ങാണ്ടിക്ക് അപ്പോൾ തന്നെ അതിൻ്റെ കമ്മീഷൻ കിട്ടും. 50% കമ്മീഷൻ കേട്ടോ പിണങ്ങാണ്ടിക്ക്, അതിനനുസരിച്ച് കമ്മീഷൻ വാങ്ങും. 1 കോടി രൂപ വാങ്ങണമെങ്കിൽ 50 അവിടെ കിട്ടണം, ബാക്കി 20 പോലീസിന് കുറച്ച് കൊടുക്കും, കുറച്ച് അവിടുത്തെ ഗുണ്ടകൾക്കും, ബാക്കി അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരും എടുക്കും. ഈ വിധത്തിലുള്ള ഒരു സെറ്റപ്പ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം അഭംഗുരം തുടരുകയാണ്. അതിൻ്റെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാസർഗോഡ് മുതൽ തുടങ്ങി പഴയങ്ങാടിയിൽ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിലേക്ക് വെറുതെ അറസ്റ്റ് ചെയ്തപ്പോൾ, കസ്റ്റഡിയിലെടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ നിരുപദ്രവകാരികളായ 2 യൂത്തുകാരെ അവിടെ വെച്ച് ഉപദ്രവിച്ചതിൻ്റെ രംഗങ്ങൾ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പിണങ്ങാണ്ടി പറയുകയാണ്, എനിക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കണ്ടില്ല, എൻ്റെ ചെവിട് കൊണ്ട് കേട്ടിട്ടുമില്ല. ഏത് മരപ്പൊട്ടനാണ് അദ്ദേഹം? ചെവിട് കേൾക്കാത്ത മരപ്പൊട്ടൻ, കണ്ണ് കാണാത്ത ബധിരൻ, അന്ധനും മൂകനുമാണ് പിണറായി. വയസ്സായില്ലേ?
എന്ന് നമുക്കറിയാം. പക്ഷെ അതൊന്നല്ല കാര്യം. പെണുങ്ങാണ്ടീനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് സൂക്കട് പിടിച്ചിട്ട് അവസാനം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബസ്സിൽ കുന്തം പോലെ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോണത് എന്നുള്ളതാണ് പ്രചരണം. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ അതല്ല കാര്യം. കേരളത്തെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി പെണുങ്ങാണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം 10-25 കോടി രൂപ മോഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ക്രമസമാധാനം തകർന്നു എന്ന് കേന്ദ്രത്തെ കൃത്യമായി ബോധിപ്പിക്കണം. അതാണ് ഗവർണർക്കെതിരെ നടത്തിയുള്ള അഭ്യാസങ്ങൾ, SFIയെ വിട്ടിട്ട് നടത്തിയുള്ള അഭ്യാസങ്ങൾ. കോഴിക്കോട് സിറ്റിയിൽ ഗവർണർ വന്നപ്പോൾ എന്തെല്ലാമാണ് പറഞ്ഞത് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചത് എന്തിനാണ് ഉപദ്രവിച്ചത്? അദ്ദേഹം തിരിച്ച് ഗവർണറുടെ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കണം. പിണറായി ഇവിടെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, പിണറായി തന്നെ ഇവിടെ ക്രമസമാധാനം തകർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ ക്രമസമാധാനം തകർന്നു എന്ന പേരിൽ കേന്ദ്രം പിരിച്ചുവിടണം. എന്തിനാണ് പിരിച്ചുവിടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? പിണറായി വിജയൻ കുടുങ്ങാൻ പോവുകയാണെന്ന് പിണറായി വിജയന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഓരോന്നോരോന്നായി വളരെ കൃത്യമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് തീരുന്നവരെ മാത്രമേ അദ്ദേഹത്തിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം കോടതികളിൽ നിന്ന് ചില കേസുകൾ വരും. ആ കേസുകൾ ഒന്നിൽ കുടുങ്ങിയാൽ പിന്നെ 100 കുടുങ്ങും പിണങ്ങാണ്ടി. മാത്യു കുഴൽനാടനും അതേപോലെ PC ജോർജിന്റെ മകനും അതേപോലെ ഗിരീഷ് ബാബുവും കൊടുത്ത മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട 3 കേസുകളുണ്ട്. ഈ 3 കേസുകളിൽ കൃത്യമായി പിണറായി വിജയനും മകളുമാണ് മറുപടി പറയേണ്ടത്. ആദായ നികുതി വകുപ്പിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിയുടെ രേഖയായിട്ടാണ് ഈ 3 പേരും കേസുമായി പോയിരിക്കുന്നത്. ഒന്ന് വിജിലൻസ് കേസിന്, രണ്ടാമത്തെ വിജിലൻസ് കോടതിയിൽ നേരിട്ട് കേസെടുക്കുന്നതിന്, മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അത് ഷോൺ ജോർജ് കൊടുത്താണ്. ഈ 3 കേസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പിണറായിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ, പിണറായിക്ക് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. മകളും പണം വാങ്ങിയിട്ടുണ്ട്, ഞാനും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും പിണറായിക്ക് തിരിച്ചടി കിട്ടും. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല കേരളത്തിലെ ഭരണത്തിന് കാശില്ല. ഇന്നലെ 1400 കോടി രൂപ കിട്ടിയതുകൊണ്ടാണ് സിവിൽ സപ്ലൈസിന് 100 കോടി രൂപ കൊടുത്ത് തൽക്കാലം ക്രിസ്മസിനുള്ള സാധനങ്ങൾ ഇറക്കിയത്. മറിയാക്കുട്ടിയമ്മ ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനിൽ പറഞ്ഞ് ഞങ്ങൾ 5 പൈസ ഇല്ല എന്നാണ്. എന്നാൽ കേരളത്തിലെ നവകേരള സദസ്സിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് 2800 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനുള്ള തെളിവുകൾ ഞാൻ പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്, തെളിവുകൾ സഹിതം. അപ്പോൾ ഈ അവസ്ഥയിൽ കേരളത്തിൽ ഭരിക്കാൻ കാശില്ല, എല്ലാ ഫണ്ടും ദൂർത്തടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ കാശില്ലാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോയിരുന്നിട്ട് കാര്യമില്ല. ഇതുവരെ കൊണ്ടുപോയ കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ടുള്ള നവകേരള സദസ്യരുടെ കിട്ടിയ ഏകദേശം 4 ലക്ഷത്തോളമുള്ള പരാതികൾക്ക് 1% പരാതി പോലും പരിഹരിക്കപ്പെട്ടില്ല. 15 ദിവസത്തിനുള്ളിൽ എല്ലാ പരാതികളും പരിഹരിക്കപ്പെടുമെന്നാണ് പിണങ്ങാണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല, പരിഹരിക്കപ്പെടാൻ പോകുന്നുമില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇളകും, കേരളം മൊത്തം ഇളകും. പെൻഷൻ കൊടുക്കാനില്ല, കിറ്റ് കൊടുക്കാനില്ല, എല്ലാ മേഖലകളിൽ ഇങ്ങനെ ഇളകുകയും ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ ആകെ പൊറുതിമുട്ടി വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഇവിടെ ഏറ്റവും നല്ല മാർഗം ഇവിടെ കലാപം അഴിച്ചു വിടുകയാണ്. അതിനാണ് ക്രിമിനലുകളെ ഇറക്കി വിട്ട് പിണറായി വിജയൻ തന്നെ കലാപത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ ഗവൺമെന്റ്മാർ തന്നെ അവിടെ 2 യൂത്തന്മാരെ അടിച്ചു നിരപ്പാക്കിയപ്പോൾ തിരിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങിയത്. അതിൻ്റെ ഭാഗമാണ് VD സതീശൻ ഇറങ്ങി പറഞ്ഞത്, ഇങ്ങോട്ട് വേണ്ട അഭ്യാസം ഞങ്ങൾ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങിയത്. ഇങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ പിണറായി പറയേണ്ട എന്താ? മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവരും സമാധാനപരമായി മുന്നോട്ട് പോകണം, ഒരു കാരണവശാലും ആരെയും അനുവദിക്കുന്നതല്ല, ഒരു ക്രമസമാധാന ഭംഗത്തിനും ആരും അംഗീകരിക്കില്ല, പോലീസ് ആക്ഷൻ വളരെ ശക്തമായിട്ടുണ്ടാകും, അത് ഭരണപക്ഷത്തുണ്ടായാലും പ്രതിപക്ഷത്തായാലും ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയേണ്ട പിണറായി വിജയൻ എന്ന ഭരണാധികാരി മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ആഭ്യന്തരമന്ത്രി പറഞ്ഞതെന്താ? ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടരട്ടെ, നിങ്ങൾ അടിച്ചോ ഞങ്ങൾ അടിക്കുന്നതാണ്.
അതിനർത്ഥം എന്താ? ഇവിടെ കലാപമുണ്ടാക്കുക, ഇവിടെ സർവ്വതും നശിപ്പിക്കുക. പിണറായി പിടിക്കപ്പെടുമ്പോൾ 10-25 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയ പിണറായിയും മകളും മകനും ഭാര്യയും എല്ലാവരും കൂടെ പിടിക്കപ്പെടുമ്പോൾ അവരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കണം, കേരളം പൂർണ്ണമായി നശിപ്പിക്കണം. അതാണ് പിണറായിയുടെ ലക്ഷ്യം. അല്ലാതെ വേറൊന്നല്ല. ഇത് മുഴുഭ്രാന്തല്ല, ഇത് ജയിലിൽ ചങ്ങലക്കിടേണ്ട ഭ്രാന്താണ്. അതാണ് ആരാണ് ഈ മുഴുഭ്രാന്തനെ പിടിച്ച് ചങ്ങലക്കിട്ട് അകത്താക്കേണ്ടത്, ആക്കുക എന്നുള്ളതും മാത്രമാണ് ഇവിടെ ചോദ്യം. ഇല്ലെങ്കിൽ കേരളത്തെ മുച്ചൂടും നശിപ്പിക്കും, സർവ്വതും നശിപ്പിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ഭരണാധികാരികളും, എല്ലാ ഏകാധിപതികളും, എല്ലാ ഭീകരന്മാരായ ഏകാധിപതികളും അവസാനം പിടിക്കപ്പെടുമ്പോൾ ചെയ്യുന്നതാണ്. തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, സകലതും നശിപ്പിക്കണം എന്നുള്ളത്. ആദ്യം നശിപ്പിക്കാൻ പോണത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, രണ്ടാമത് നശിപ്പിക്കുന്ന ഈ കേരളത്തെയാണ്. എന്തൊക്കെ ഉപദ്രവം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൂട്ടും. പോലീസിനെ സർവ്വതാ ദുരുപയോഗം ചെയ്യും. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അറുതി വരുത്താൻ അടിയന്തരമായി ഈ മുഴുഭ്രാന്തനെ പിടിച്ചകത്താക്കിടുക എന്നുള്ളത് മാത്രമാണ്, ചങ്ങലക്കിടുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. നന്ദി, നമസ്കാരം.